വനത്തിന് നടുവിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക്, അതും അടിപൊളി. എൻ്റെ ദൈവം, ഇവിടെ പോകണ്ട ഒടുക്കത്തെ പുഴു കേട്ടോ, മറ്റേ ആട്ടം പുഴുവൊക്കെ ഉള്ള സാധനമാണ്, കടിച്ച് പറിക്കുവാണ്. ഈ ചോര ഒടിയ സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് മറ്റേ അട്ടയൊക്കെ ഉള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാട്ടുമൃഗങ്ങൾ, ആനയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മനുഷ്യനെ കണ്ടാൽ കുത്തി കൊല്ലും. അങ്ങനെ കാട്ടാന, കടുവ, പുലി എന്ന് വേണ്ട സർവ്വ മൃഗങ്ങളും വിഹരിക്കുന്ന ഈ വനത്തിൽ ഇത് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. കുത്തുവനോ, മൊത്തം മുളങ്കാട്. ഇതിനിടയ്ക്കൂടെ മറ്റേ അട്ടയുണ്ട് കേട്ടോ, അട്ട കടിച്ചു കഴിഞ്ഞാൽ രക്ഷയില്ല, സൂക്ഷിച്ചു കണ്ട് നിൽക്കണേ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് തീർന്നില്ല. അങ്ങനെ ആ വനത്തിന് നടുവിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഒറ്റയ്ക്ക് ആരുമില്ല, ആകപ്പാടെ കൂട്ടമുള്ളത് കുറച്ച് കാട്ടാന മാത്രം. കാട്ടാന വരുന്ന വഴിയാണ് ഇത്. ഈ വഴി ഇങ്ങനെ വരുമ്പം നമ്മുടെ ഉസ്താദ് ആടെ നിൽക്കുന്നു. ഉസ്താദിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ആ കാട്ടാൻ്റെ പണി നോക്കി പോകുന്നു. അതുപോലെ ഒരുപാട് ജീവികൾ. അങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഉസ്താദ് ഹൈദരാലി. നമസ്കാരം. പേടിയൊന്നും ഇല്ലേ? ഇതെന്തൊരു മനുഷ്യനെ ഇത് ചുറ്റും കാടല്ലേ, ഇത് കുത്തു കാടല്ലേ? മൃഗങ്ങൾക്കും അവരെ പണി മാറിക്കൊടുത്താൽ പൊക്കോളൂ. അപ്പൊ ഇതുവഴിയല്ലേ കാട്ടാനൊക്കെ വരുന്നത്? കാട്ടാൻ കാട്ടിയതാ ഇതെല്ലാം കാട്ടാന്. അപ്പൊ ഈ ഹൈദരാലിക്ക ഈ ഒറ്റയ്ക്ക് ഈ വനത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് കാട്ടാൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഒരു ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചിട്ടേ ഇല്ല. അപ്പൊ ഹൈദരാലിക്ക വർഷങ്ങളായിട്ട് എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? 25 വർഷമായി. 25? എത്ര വർഷം? 25 വർഷമായിട്ട് ഈ വനത്തിൽ തന്നെയാണ്. ഇങ്ങോട്ട് മാറി. ഇവിടെ മൊത്തം മറ്റേ കൊളയാട്ടം ഉണ്ടല്ലേ, കടിക്കുന്ന സാധനമുണ്ട്. നമ്മുടെ കടിച്ചു കുറച്ച് ചോര കൊണ്ട് പോകത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് നിറച്ച് കണ്ട് അട്ടയുടെ ബഹളമാണ്. സൂക്ഷിച്ചും കണ്ടുവേണം നിൽക്കാൻ വേണ്ടി. കൊതുകുണ്ട്. അപ്പൊ ഒരുപാട് മൃഗങ്ങളെ കണ്ടു കാണത്തില്ലേ? ഈ പ്രായത്തിനിടയ്ക്ക് എത്ര കാട്ടാനെ കണ്ടു കാണും? കാട്ടാൻ സംഭവം കണ്ട്. എന്നാലും ഒരു എത്ര എണ്ണം? ഒരു 100 കണക്കിന് കാണും ഇല്ലേ? അവർക്ക് നമ്മൾ വഴിയാണ് മാറിക്കോട്ടെ, ഇറങ്ങി സ്റ്റെപ്പിന് പോയിട്ട് അപ്പുറം പോയി അപ്പുറം വെള്ളം താഴെ വെള്ളം കുടിക്കാൻ പോകും, പുഴയിലും തോട്ടിലും. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൈദരാലിക്കായ്ക്ക് ഒരു അത്ഭുത സിദ്ധിയുണ്ട്. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും. അങ്ങനെ അമാനുഷിക ശക്തിയുള്ള ഒരാളാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, ചുരുങ്ങിയ ഒരു കഥ ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് പുണ്യാത്മാക്കൾ ഇതുവഴി വന്നു. അങ്ങനെ വന്ന് തളർന്ന് ക്ഷീണിച്ച് മരിച്ചുപോയി. അല്ലേ സംഭവം അല്ലേ? ക്യാമ്പ് അടിച്ചപ്പോൾ ഒരാൾ മരിച്ചുപോയി. ആ ആളുടെ പേരെന്താ? അതിന്റെ പേരാണ് മുഹമ്മദ് സാലിം. മേലെ മൂന്ന് കബറുണ്ട്. അതിന്റെ പേര് അറിയില്ല, കിട്ടിയില്ല. അപ്പൊ അങ്ങനെ യമനിൽ നിന്ന് വന്നതാണ്. അങ്ങനെ പുണ്യാത്മാക്കൾ വരുന്ന വഴിക്ക് ഇവിടെ ക്ഷീണിച്ച് മരിച്ച ആ ആളെ അടക്കം ചെയ്ത സ്ഥലമാണ് ഇല്ല കാണുന്നത്, ഇതിൻ്റെ താഴെ കാണുന്നത്. അങ്ങനെ ആ ആളുടെ ആത്മാവ് ഇപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ സുൽത്താൻ ഹൈദരാലിക്കയുടെ ശരീരത്തിലൂടെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കും. ആത്മാവ് സഞ്ചരിക്കുന്ന ആരാണ്? ഹൈദരാലിക്കയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും. അങ്ങനെ ഒരുപാട് സിദ്ധിയുള്ള ആളാണ്. നമുക്കിനി കാര്യങ്ങൾ ചോദിച്ചിരിക്കുക. അപ്പോൾ ഇക്കായ്ക്ക് അതൊരു ശക്തിയൊക്കെ ഉണ്ടല്ലേ? ഈ രാത്രി അല്ലെങ്കിൽ ഈ അടക്കം ചെയ്ത ആളുടെ മുഹമ്മദ് അലി ആത്മാക്കളെ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് സോലയുടെ ആത്മാവിനെ കണ്ടിട്ടുണ്ട്. എങ്ങനെ രൂപം എങ്ങനെയായിരിക്കും? ഒരു ജുബ്ബ, വെള്ള കുബ്ബ, ഒറ്റ ജുബ്ബ, അച്ഛന്മാരൊക്കെ നല്ല വെളുവിളായിരിക്കും വെള്ള. അങ്ങനെ അപ്പൊ എത്ര തവണ കണ്ടിട്ടുണ്ട്? പലതവണ കണ്ടിട്ടുണ്ട്. കാണാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് കുറേ 2000 മുമ്പ് വർഷം 10-30 വർഷം എൻ്റെ വാപ്പനെ ഇവിടെ നോക്കിയിട്ട് വാപ്പ മരിച്ചപ്പോഴാണ് വാപ്പനോട് നിൽക്കാനാക്കി പറഞ്ഞത്. അങ്ങനെ ഞാൻ നോക്കി പോരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പേടിക്കും ഒക്കെ വലിയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹൈദരാലിക്കൊക്കെ പേടിയൊന്നുമില്ല? രാത്രി ഇവിടെ തന്നെയാണ് കിടക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യും, ഭയങ്കര ഇങ്ങോട്ട് കയറി. ഇതിൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഞാൻ അവിടെ അടിച്ചു വാരി ഇങ്ങനെ നിൽക്കുമ്പോഴേ തുണി പോയി അടിച്ചു വാരി നോക്കുമ്പോൾ ഈ ഇവിടെ കുരങ്ങാള് അവർക്ക് പേടിയില്ല സാധനം മൃഗങ്ങൾ കണ്ടാൽ ഇങ്ങനെ ഏങ്ങിക്കരയും. അപ്പോൾ ഞാൻ അപ്പുറത്ത് മുകളിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വടിയും ചൂലും ഒക്കെ എടുത്ത് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതിന് കുറച്ചപ്പുറത്ത് ഒരു മരം നിൽക്കുന്നുണ്ട് പോരത്ത്. അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ കുരങ്ങിൻ്റെ അടുത്ത് മൊത്തം ഇങ്ങനെ കാണിച്ചു. അങ്ങോട്ട് പോകണ്ടെന്നായിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുരങ്ങ് നോക്കുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ മരത്തിന് അപ്പുറം ഒരു കാട്ടുപോയി ചാടി റോട്ടുമ്മക്ക്. എന്റെ ദൈവം, മനസ്സിലായില്ലേ പറയുന്ന കുറച്ച് പ്രായത്തിന്റെ ആവശ്യമുണ്ട്. ഒരു ഇത്ര ഉയരമുണ്ട്, ഈ ഉയരമുണ്ട്, ഒരു 2 മാർഗങ്ങളുണ്ട്. അതെ, ഇവിടെ ഒരു കുറ്റിയുണ്ട്, ഇവിടെ കുറ്റിയുണ്ട്. അപ്പം ഇങ്ങനെ ചാടാൻ പറ്റില്ല, ഇങ്ങനെ ക്രോസാണ് ചാടിയത്. അപ്പോൾ ആ റോഡിന് നടുക്കാണ് ചാടിയിട്ട് ചാടി ഈ ഇടത്തോട് തിരിഞ്ഞു നോക്കി തന്നെ കാണും. ഞാൻ ആ സൈഡിൽ ഇങ്ങനെ പറ്റി നിന്നു. നമ്മൾ വിളിച്ചാണ്ടോണ്ടൊക്കെ വിളിച്ച് പറയാൻ മനസ്സുകൊണ്ട് പറഞ്ഞ് നമ്മൾ മരിക്കുമ്പോൾ കെലിമല്ലോ, ആ കെലിമ വരെ ചെല്ലി അവിടെ നിന്ന്.
അത് കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നേരെ പോയിട്ട് അപ്പുറത്തെ ആ ഇരുമ്പേൽ ചാടിയിട്ട് സാധാരണ മനുഷ്യരെ കണ്ട കടുവ വിടത്തില്ല, ആ താഴത്തോട് ചാടിപ്പോയി. അപ്പോൾ മനസ്സിലായാലും ഇക്ക പറഞ്ഞു വെച്ചാൽ ഇക്ക ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു കുരങ്ങൻ പറഞ്ഞു അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പേടിച്ച് ഇങ്ങനെ ഇക്ക നിൽക്കുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്തുണ്ട് ആജാന ബാഹു എന്നുള്ള ഘടാഘടിങ്ങനെ ഒരു കടുവ നിൽക്കുന്നു. ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായല്ലോ. അതൊന്നും ചെയ്യാതെ അപ്പുറത്തേക്ക് പോയി. അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ കാര്യം എന്താണ്? ഇക്കയിൽ അമാനുഷ ശക്തിയുണ്ട്, ഒരു ദൈവിക പ്രഭാവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരു ദൈവിക ശക്തി ഉണ്ടല്ലോ, അതുണ്ടെന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ കടുവ കടിച്ചു കയറിയാണ്. അവിടെ നമ്മൾ തിരിഞ്ഞു നോക്കി കണ്ടിട്ടില്ല, പക്ഷെ മേലിൽ നമ്മൾ നടക്കുന്ന കുതുമ്പ് കാണാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഒരു അമാനുഷ്യ കഴിവുള്ള വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളും പോവും, നമ്മുടെ ഇല്ലെങ്കിൽ സമ്പത്ത് കിട്ടും, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ഹൈദരാലിയൊക്കെ കണ്ടാൽ മതി. അങ്ങനെ ഒരു അമാനുഷ്യ ശക്തിയുള്ള ആളാണ്. പക്ഷേ കാണണമെങ്കിൽ കുറച്ച് സാഹസം ചെയ്യണം മോനെ, ഈ ഉൾവനത്തിൽ വരണം. അങ്ങനെ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് രാത്രി നനച്ചൊക്കെ രാത്രിയിലൊക്കെ ഇവിടെ തങ്ങുമെന്ന് ചിന്തിക്കുന്ന കാര്യമാണത്. ഇതുണ്ടോ, ഒരുപാട് പാമ്പുകളുള്ള സ്ഥലമാണ് അല്ലേ? ഒരുപാട് പാമ്പിലേക്കാ പാമ്പ് എന്ന് പറഞ്ഞാൽ രാജവെമ്പാല ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. രാജവെമ്പാല ഉൾപ്പെടെയുള്ള പാമ്പാണ് ഇവിടെ ഉള്ളത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ വനത്തിൽ താമസിക്കുകയാണ്. ശരി, പെരുമ്പാമ്പ്, പിന്നെ വലിയ വലിയ മൂർഖൻ പാമ്പ്, എവിടെയൊക്കെ കാണും. എന്റെ പൊന്നെ പേടിപ്പിക്കല്ലേ എനിക്ക്. ചുരുട്ടപ്പാമ്പ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ കിടക്കും. കാലുമാനമാണ് ചെല്ലുമ്പോൾ ഇങ്ങനെ കൊത്തും. എനിക്ക് ആകപ്പാടം കളി ഉണ്ടാവുള്ളൂ ഈ ചുരുട്ട പറഞ്ഞ അല്ല. അങ്ങനെ കടിച്ചാൽ 8 ദിവസം ആസ്പത്രിയിൽ സൂചിക്കണം, അല്ലാതെ മരിക്കത്തില്ല. എനിക്ക് തന്നെ ഇവിടെ കയറട്ടെ, മറ്റേ രക്തം കുടിക്കുന്ന അട്ടയെ കണ്ട എനിക്ക് പേടി. ഞാൻ പാൻ്റൊക്കെ ചുരുട്ടി വെച്ചാൽ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഇക്കായ്ക്ക് അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതാണ് ദൈവിക ശക്തി ഉള്ളത്. അപ്പം നമുക്ക് ഈ ചില ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചതിന് പിറകെ ചെറിയ ഉദ്ദേശങ്ങളുണ്ട്. അതിലൊരു ഉദ്ദേശമാണ് ഹൈദരാലിക്ക അല്ലേ? അപ്പോൾ ഹൈദരാലിക്കയുടെ ശരീരത്തിൽ ദൈവിക ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ സാധാരണ മനുഷ്യനല്ലേ. അപ്പോൾ ഇവരൊക്കെ ഒരു കറാമത്ത് കൊണ്ട് നമുക്ക് ആ ഒരു ശക്തി ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഇത്ര ആനകൾ പോകുന്ന വഴി, ഇത്തരം കടുവകൾ പോകുന്ന വഴി, ഇത്ര പാമ്പുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ എന്തുകൊണ്ട് ഇക്ക ഉപദ്രവിക്കുന്നില്ല? അതെ, അത് മഹാൻ അവിടെ പുഴ മാറാമല ഇറങ്ങുന്നുണ്ട്, അയാൾ കൈമൊക്കെ വരും. ഏത് ഒരു പുഴു കണ്ട പുഴുവൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ക്യാമറ കൊണ്ട് പറയുവാണ് മോനെ നീ മാറി നിന്ന് അവിടെ പുഴു കിടന്ന് ആടുന്നു. ആ പുഴുവല്ല, ആട്ടാമ്പുഴുവല്ലേ? കറുത്ത പുഴു ആട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നാളും ചൊറിച്ചിൽ മാറത്തില്ല അല്ലേ? ഈ ഒറ്റ പുഴു പോലും കടിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. എനിക്ക് തന്നെ പേടിയാണ്. അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ? ഇപ്പം പോകാൻ പാടില്ല, പോയിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ ഒരുപാട് ജീവികളൊക്കെ ഇറങ്ങി ശബ്ദം കേൾക്കത്തില്ലേ? അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇനി ഈ മറ്റേ ആ പുണ്യാത്മാവിനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് ഞാൻ ഇക്കയെ നിർബന്ധിച്ചുകൊണ്ട് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കൈ തൊടുന്നതിന് വലിയൊരു അനുഗ്രഹം കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. കാരണം ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കാണുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണേക്കാ, എന്നെ അനുഗ്രഹിച്ചു. ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണം. ഭംഗി നടക്കും, വേറെ വിഘ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഭംഗിയായിട്ട് നടക്കുമല്ലോ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും അങ്ങേ കാണാൻ വേണ്ടി വരും. പൂർണ്ണമായിട്ട് ആരോഗ്യമായിട്ട്. ഇപ്പം എത്ര വയസ്സുണ്ട്? 75 വയസ്സുണ്ടെങ്കിൽ നല്ല ചുറുചുറുക്കുള്ള നല്ല പയ്യന്മാരെ കടത്തിവിടുന്ന ആരോഗ്യമാണ് അല്ലേ? അപ്പോൾ ഈ സമയത്ത് ആന വരാനുള്ള സമയമായോ? ഇന്ന് കണ്ടായിരുന്നു വരുമ്പോഴത്തേക്ക് ചില ആനയ്ക്ക് നിർബന്ധമുണ്ട്, ഹൈദരാലിയൊക്കെ കണ്ടാലേ പറ്റത്തുള്ളൂ എന്നുള്ള നിർബന്ധമുള്ള ആനകളുണ്ടല്ലേ? കുരങ്ങന്മാർ നല്ല കമ്പനി അല്ലേ? ആ കുരങ്ങന്മാർ ആക്കിയത് ഓർമ്മയുണ്ടോ അങ്ങോട്ട് പോലെ എന്നുള്ളത് അല്ലേ? അപ്പോൾ ആന, കടുവ, കുരങ്ങ് എന്ന് വേണ്ട സർവത്ര വന്യമൃഗങ്ങളുമാണ് നമ്മുടെ ഹൈദരാലിക്കയുടെ കൂട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഉസ്താദൊക്കെ ഒന്ന് തിരിച്ചു പൊക്കോ. അദ്ദേഹം മനത്തിനുള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിയിലോട്ട് പോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ഈ ലോകത്ത് അവിശ്വസനീയമെന്ന് കരുതുന്നത് അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതുണ്ടോ അദ്ദേഹം പോക്കണ്ടോ? ഒന്ന് കാണിച്ചു വിട്. അദ്ദേഹം ഉൾവനത്തിലേക്ക് പോയി മറഞ്ഞു കഴിഞ്ഞ് ഇനി അദ്ദേഹം എപ്പോഴെങ്കിലും ഒരിക്കൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വിശപ്പൊക്കെ തോന്നുമ്പോഴത്തേക്ക് ഈ വഴിയേറി വന്ന് നിൽക്കും. ആൾക്കാർ കൊടുക്കുന്ന ആഹാരമാണ് അദ്ദേഹം കഴിക്കുന്നത്. അതുകൊണ്ട് അപ്പം പേടി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിന് കാരണം എന്താ? അദ്ദേഹത്തിലൊരു ദൈവിക പരിവേഷം ഉണ്ട് എന്നാണ് ഈ നാട്ടുകാരെല്ലാം വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. തീർച്ചയായിട്ടും നമ്മുടെ ഹൈദരാലിക്കയുടെ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും